ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ. സമയം ഇപ്പം 9:20. ഇനി ഫുഡ് കഴിക്കണം. രാവിലെ നീനുവിനെ കൊണ്ടേ ആക്കി. നീനുവിന് ഡ്യൂട്ടി ഉണ്ട്, എനിക്കിന്ന് ലീവാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുറത്ത് നല്ല ക്ലൈമറ്റാണ്, നല്ല വെയിൽ കാണുന്നുണ്ട്. പുറത്ത് തണുപ്പായിരിക്കും, എന്നാലും നല്ല വെയിലുണ്ട്. ഇന്നലെ ഒന്നും ഇത്ര വെയിലില്ലായിരുന്നു, ഭയങ്കര മൂടലായിരുന്നു. പക്ഷെ കാറ്റുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര കാറ്റാണ് പുറത്ത്. ഇപ്പോൾ സമയം 9:20. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ നോക്കട്ടെ. ഇതാണ് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 2 ബ്രെഡും പിന്നെ ഒരു ഓംലേറ്റും പിന്നെ കടുപ്പത്തിൽ ഒരു കാപ്പി. നമ്മുടെ നാട്ടിലെ കാപ്പിപ്പൊടിയാണ്, അതുകൊണ്ടാണ് ഈ കളർ. ഞാൻ കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഇനി കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം, തുണി അലക്കണം, പിന്നെ വീടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ജർമ്മൻ പഠിക്കണം. ജർമ്മൻ പഠിക്കലാണ് മെയിൻ പരിപാടി. ജർമ്മൻ പഠിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിച്ചു പോകാൻ പാടാണ്. അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ജർമ്മൻ പഠിക്കണം. ഈ പാത്രങ്ങളെല്ലാം ഒന്ന് ഉടച്ച് എടുത്തു വെക്കണം. കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കാണുന്നുണ്ടല്ലേ? നമുക്കധികം സ്ഥലമില്ല കിച്ചണിൽ. അതുകൊണ്ട് നമ്മൾ പാത്രം കഴുകി ഏകദേശം ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും ഇതെല്ലാം എടുത്തു വരാം. ഇവിടെ കബോർഡുണ്ട്. കബോർഡിനകത്തോട്ടെല്ലാം നൈസായിട്ട് വൃത്തിയായിട്ട് കഴുകി വെക്കണം. ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ലൈറ്റ് ഓൺ ആക്കിയിട്ട് പുറത്തേക്ക് ലൈറ്റ് ഓഫ് ആക്കിയത്. Echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തെടുക്കണം. എല്ലാ ദിവസവും അടിക്കണം. ഇവിടെ പൊടി ഭയങ്കരമാണ്. പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐസും ഇടുന്നതുകൊണ്ട് പൊടി പെട്ടെന്ന് ഇതാവുന്നുണ്ട്. ഇവിടെ തണുപ്പാണെങ്കിലും ഹീറ്റർ ഇടുന്നതുകൊണ്ട് പൊടി പിന്നെ നമുക്കാവും. അപ്പോൾ നമ്മൾ ഡെയിലി അടിച്ചു വാരി വാക്വം ചെയ്താൽ മാത്രമേ പൊടി മൊത്തത്തിൽ പോകത്തുള്ളൂ. വീട് അത്യാവശ്യം മൊത്തത്തിൽ വൃത്തിയായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റും പിന്നെ റാൻതൂറിയും. ഇത് രണ്ടും പ്ലാസ്റ്റിക്കാണ്. അങ്ങനെ വീടൊക്കെ ഏകദേശം വൃത്തിയായി. ഇനി ചോറ് വെക്കണം. ചോറ് മാത്രം വെച്ചാൽ മതി, ബാക്കി എല്ലാം ഇരിപ്പുണ്ട്. നമുക്ക് ഈസ്റ്റർ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ചോറ് മാത്രം വെച്ചിട്ട് പരിപാടി തീർക്കാം. ഞാനിവിടെ ഇരുന്നാണ് കൂടുതൽ പഠിക്കാറ്. തണുപ്പുള്ളപ്പം ജസ്റ്റ് ഹാളിൽ പോയിരിക്കും. അല്ലാത്ത സമയത്ത് കൂടുതൽ ഞാൻ ഈ റൂമിലാണ് ഇരിക്കാറ്. ഇവിടെ ഭയങ്കര കംഫർട്ടാണ്. ഇനി കുറച്ച് നേരം ജർമ്മൻ പഠിക്കാം. അതിൻ്റെ അകത്ത് ഞാൻ കൂടുതലും ടെലിഗ്രാമിൽ നിന്നാണ് പഠിക്കൽ. ക്ലാസ് തുടങ്ങിയിട്ടില്ല, പക്ഷേ അതിന് മുന്നേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് പഠിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ഞാനത് നോക്കി വെച്ചിട്ടുണ്ട്. FSP ആണ് ഞാൻ പഠിക്കേണ്ടത്. FSP അപ്പോത്തെക്കർ, അതായത് ഫാർമസിസ്റ്റിൻ്റെ പ്രൂഫിങ്. അതായത് നമ്മുടെ ജർമ്മനിൽ, നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷിൽ പഠിച്ച സാധനങ്ങളെല്ലാം ജർമ്മനിൽ പഠിക്കണം. അതിന് ടെലിഗ്രാമിൽ കുറച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിലാണ് ഞാൻ നോട്ടും കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുപിടിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്. knotted in time.
ഇപ്പോൾ കറക്റ്റ് 11 മണിയായി. ഇന്ന് ഏപ്രിൽ 6 തിങ്കളാഴ്ച. ഏകദേശം 1 മണിക്കൂർ കണ്ടിന്യൂസ് പഠിക്കാനാണ് പ്ലാന്. ഇപ്പോൾ സമയം കറക്റ്റ് 12 മണിയായി. 1 മണിക്കൂർ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പഠിക്കാം. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് എടുത്തു. ഇനി 12:30 മുതൽ 1:30 വരെ അടുത്ത സ്റ്റഡി ടൈമാണ്. 1 മണിക്കൂറും കൂടി പഠിച്ചു. ഇപ്പോൾ സമയം 1:30 ഇനിയിപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇടാനുണ്ട്. എന്നിട്ട് 2:15 ആകുമ്പോഴേക്കും നീനിനെ കൂട്ടാൻ പോകണം. കുറച്ച് തുണി മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത് ഇവിടെ കിച്ചണിൽ തന്നെയാണ്. ഇതിനുള്ളിൽ അത്യാവശ്യം ഡ്രസ്സുണ്ട്. ബാക്കി ഇവിടെ ഇട്ടിട്ട് പെട്ടെന്ന് നടക്കാനിടാം. ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 9 ഡിഗ്രിയാണ്. പക്ഷേ ഫീൽ ലൈക്ക് 2 ആണ്. അതുകൊണ്ട് എപ്പോഴും തണുപ്പാണ് പുറത്തിറങ്ങിയാലും. ഇപ്പോൾ സമയം 2 മണിയായി. 2:15 ആകുമ്പോഴേക്കും ഇവിടുന്ന് പോകണം. താഴെ പോയി തുണി വിരിച്ചിട്ടിട്ട് ആ വഴി പെട്ടെന്ന് നീനെ കൂട്ടാൻ വേണ്ടി പോകണം. പോയിട്ട് വരാം. ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് ഇറങ്ങി നീനെ കൂട്ടാൻ വേണ്ടി പോവാണ്. വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും തണുപ്പുണ്ട്. കാറ്റുള്ളതുകൊണ്ട് തണുപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടുന്നത്. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. വീട്ടിലെത്തി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം കുറച്ച് ക്യാബേജ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ ക്യാബേജ് തോരൻ വെക്കാൻ പോവാണ്. അത് ഞങ്ങൾ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. ഇനി കുറച്ച് സവോള ഇടാം. എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവിടെ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്യണം. മൂന്നരല്ലേ? ഞങ്ങളിപ്പോൾ ജ്യൂസർ മേടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഇത് വെച്ചിട്ട് ഞങ്ങൾ അവക്കാഡോ സ്മൂത്തി അടിക്കണം. വൈകുന്നേരം 4 മണിക്കത്തേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 4 അല്ല, ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ അവക്കാഡോ സ്മൂത്തി റെഡിയായി. നല്ല അടിപൊളി കളർഫുൾ അവക്കാഡോ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. കുടിച്ച് നോക്കാം. നല്ല മധുരമുണ്ട്. നല്ല ടേസ്റ്റ്. നമ്മുടെ കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരത്തേക്ക് അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പയർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമ്മൾ മത്തങ്ങയും പയറും കറി വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങളുടെ ടീ ടൈമാണ്. സമയം ഇപ്പം 4:50 സമയം. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ റെഡിയാക്കി. കോഫിയാണ്. കാപ്പി കോഫിയാണ്. ചായ കുടിക്കാൻ വേണ്ടി കാപ്പി റെഡിയാക്കി. ഞങ്ങൾ എന്നിട്ട് കാപ്പി കുടിക്കുകയാണ്. സമയമായി, ചായ ടൈമാണ്. പക്ഷേ ചായ റെഡിയാക്കിയിട്ട് ഞങ്ങൾ കാപ്പി കുടിക്കുകയാണ്. ഇപ്പോൾ സമയം 5:05. അടുത്ത വർക്കൗട്ട് ടൈമാണ്. ഞങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന സമയമാണ് ഇപ്പം. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വർക്കൗട്ട് ചെയ്യും. ഒന്നുമില്ല, കുറച്ച് പുഷപ്സും പിന്നെ കുറച്ച് വയറിനും, ഇത്ര മാത്രമേ ചെയ്യാറുള്ളൂ. കൂടുതലായിട്ടൊന്നും തന്നെ ചെയ്യാറില്ല. പിന്നെ കുറച്ച് സ്ട്രെച്ചിങ്ങും. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.